നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എയിംസിലെ BSc നഴ്സിംഗിൻ്റെയും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയുടെ ആപ്ലിക്കേഷൻ മാർച്ചിൽ ആണ് ആരംഭിക്കുന്നത്. BSc നഴ്സിംഗ് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. 2 സ്റ്റെപ്പുകളിലായിട്ടാണ് ആപ്ലിക്കേഷൻ പൂർത്തിയാകുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരെ എല്ലാവർക്കും അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും നൽകിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ സമയത്ത് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ നിന്നാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ഒരു ഫീസ് മാത്രം നൽകിയാൽ മതി. ആ സമയത്ത് EWS വിഭാഗത്തിൽ ഉള്ളവരും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ഉള്ളവരും അവരുടെ റിസർവേഷൻ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നതും ആ സമയത്ത് അല്ല. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തരുടെയും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അവരുടെ ഹോം പേജിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആപ്ലിക്കേഷനിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കറക്ഷൻ ടൈം തരുന്നതാണ്. അതിനുശേഷമാണ് രണ്ടാമത്തെ സ്റ്റെപ്പായ കോഡ് ജനറേഷനും ഫീ പേയ്മെൻറ്റും എക്സാം സെൻറ്റർ സെലക്ഷനും. അതിനുവേണ്ടിയും ഡേറ്റ് തരുന്നതാണ്. ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയവർക്ക് മാത്രമാണ് കോഡ് ജനറേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അതിനുവേണ്ടിയും ഡേറ്റ് തരുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്ന ഡേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാണ് 2 സ്റ്റെപ്പുകളും സക്സസ്ഫുൾ ആയവരിൽ EWS വിഭാഗത്തിൽ ഉള്ളവർക്കും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ഉള്ളവർക്കും അവരുടെ റിസർവേഷൻ തെളിയിക്കുന്നതിന് വേണ്ടി EWS സർട്ടിഫിക്കറ്റും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുവാനുള്ള ഡേറ്റ് തരുന്നത്. EWS വിഭാഗത്തിലുള്ളവർക്കും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ ഉള്ളവർക്കും SC/ST വിഭാഗത്തിലുള്ളവർക്കും എയിംസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഈ സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി SC/ST വിഭാഗത്തിൽ ഉള്ളവർ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. എന്നാൽ EWS വിഭാഗത്തിലുള്ളവരും നോൺ ക്രിമിനൽ OBC വിഭാഗത്തിൽ ഉള്ളവരും അത് തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് എയിംസിൻ്റെ വെബ്സൈറ്റിൽ പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 2024 ഈ 2 സർട്ടിഫിക്കറ്റുകൾക്കും 2 മാസം വാലിഡിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. എയിംസിൻ്റെ എക്സാമിനേഷൻ തുടങ്ങുന്നതിന് മുൻപ് വരെയുള്ള സമയത്താണ് അത് അപ്ലോഡ് ചെയ്യുവാനായിട്ട് സമയം കൊടുത്തിരുന്നത്. ആ സമയത്ത് എടുത്ത പുതിയതായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത്. 2025 അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കൂടുതലും. ഏത് സമയത്ത് എടുത്ത സർട്ടിഫിക്കറ്റ് എപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് എയിംസിൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ശരിയായ രീതിയിൽ അല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ 2 വിഭാഗക്കാരെയും അൺറിസർവ്ഡ് വിഭാഗത്തിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അൺറിസർവ്ഡ് വിഭാഗത്തിൽ വരുന്നവർക്ക് യാതൊരുവിധ റിസർവേഷനുകളും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പിന്നീടുള്ള എല്ലാ പ്രൊസീജിയറുകളും തെറ്റുകൂടാതെ ചെയ്യണം. നീറ്റ് എക്സാമിന് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലെ ഡേറ്റ് എയിംസിൻ്റെ വെബ്സൈറ്റിൽ പറയുന്ന ഡേറ്റുമായി കറക്റ്റാണ് എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം അപ്ലോഡ് ചെയ്യുവാൻ. നീറ്റ് എക്സാമിന് വേണ്ടി എടുത്ത നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും വാലിഡിറ്റി കഴിയാത്തതാണ് എങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ കീമിന് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റ് പരിഗണിക്കുന്നതല്ല. സെൻട്രൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് അപ്ലോഡ് ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിൽ കൃത്യമായ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. 2025 എയിംസിലെ എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന EWS വിഭാഗത്തിലുള്ളവരും OBC നോൺ ക്രിമിനൽ വിഭാഗത്തിലുള്ളവരും ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എയിംസിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ തന്നെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കിയതിന് ശേഷം വേണം അപ്ലോഡ് ചെയ്യുവാൻ. സെൻട്രൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കും സീറ്റ് റിസർവേഷനും കൂടി ലഭിച്ചാൽ അഡ്മിഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യണം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ എയിംസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇപ്പോൾ മുതൽ തയ്യാറെടുത്ത് തുടങ്ങുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.